അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങൾ വീണ്ടും സഭയായി കടന്നു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. ഈ വർഷത്തിൻ്റെ 2 മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. ഓരോ ദിവസവും അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാത്ത് ആവശ്യമായ നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകി തന്ന് സ്വർഗീയ കരത്തിൽ ഞങ്ങളെ വഹിച്ച് അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തി അങ്ങയുടെ ആലോചനയാൽ ഞങ്ങളെ നടത്തി പരിപാലിക്കുന്ന അങ്ങയുടെ കൃപയോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കർത്താവേ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച കർത്താവിൻ്റെ സരത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നല്ലോ. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങേ സ്തുതിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് പരിശുദ്ധനെന്ന് പറയുവാൻ, അങ്ങയുടെ മുമ്പിൽ കുമ്പിടുവാൻ, അങ്ങേ ആരാധിപ്പാൻ ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇവിടുത്തെ ശുശ്രൂഷകളെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും അങ്ങയുടെ ആത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിക്കണമേ. അങ്ങയുടെ മേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് എന്തായി തീർന്നുവെന്ന് ഓർത്തുകൊണ്ട്, അങ്ങ് ഞങ്ങളെ ആരാക്കി അങ്ങയുടെ മരണത്തിലൂടെ തീർത്തതെന്ന് ഓർത്തുകൊണ്ട് അങ്ങേ നമസ്കരിപ്പാൻ, അങ്ങേ സ്തുതിപ്പാൻ, കർത്താവെ സ്നേഹത്തോടെ അതിൽ നിന്ന് പങ്കെടുപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. അങ്ങയുടെ സ്വർഗീയ വചനങ്ങളെ ഞങ്ങളുടെ ദാസന്മാരിലൂടെ ഞങ്ങളോട് കേൾപ്പിക്കണമേ. അകക്കണ്ണ് തുറന്ന് അങ്ങയെ കാണുവാൻ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ വർദ്ധിപ്പാൻ, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പാൻ, ധൈര്യം പ്രാപിച്ചവരായി, സമാധാനം വർദ്ധിച്ചവരായി കർത്താവെ മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ കാക്കണമേ. ആദ്യോടൊന്നും ഞങ്ങളുടെ ആത്മാവ് തന്നെ സകല ശുശ്രൂഷകളെയും നിയന്ത്രിക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥകരോട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാവിലെയും പരിശുദ്ധ സന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായർ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നല്ലോ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിക്കാം. സങ്കീർത്തനം 8 സങ്കീർത്തനം, സാം നമ്പർ 8. വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 8 വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യഹോവേ, നമുക്ക് ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവനാമത്തെ ഉയർത്തുന്ന ഒരു സങ്കീർത്തനം. ദൈവം ആരാണെന്നും മർത്യൻ ആരാണെന്നും, ഹല്ലേലൂയ, അവൻ സൃഷ്ടിച്ച സൃഷ്ടികൾ എന്താണെന്നും ഒക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും ഉന്നതമായി റിപ്പീറ്റഡായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഇതിൽ സകലത്തിലും, അവൻ്റെ സകല സൃഷ്ടികളിലും എല്ലാറ്റിലും അവൻ ഉന്നതനായ ദൈവമാണ്. 1-ാം വാക്യവും അവസാനത്തെ വാക്യവും അങ്ങനെയാണ് നമുക്ക് കാണുന്നത്. നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ആ ശ്രേഷ്ഠമായ നാമത്തിൻ്റെ ആ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പാപികളായിരുന്ന നമ്മെ അവിടുത്തെ രക്തത്താൽ, അവിടുത്തെ പുത്രൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി മക്കളെന്ന പദവിയോട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ഭാഗ്യം ആ നാമത്തിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ, നാം പാടുന്ന പാട്ടുകൾ, ഇവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകളെല്ലാം അവിടുത്തെ നാമത്തിന് മഹത്വമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടൊരു പാസേജാണ് 1-ാം അധ്യായം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും.
കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. യോഹന്നാൻ ഒട്ടും അനുകൂലമായ സാഹചര്യത്തിലല്ല ആയിരുന്നത്. ഏകാന്തതയിലും ദൈവ സാന്നിധ്യം അവൻ അനുഭവിച്ചറിയുവാനിടയായി. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതേ ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹൃദയ കണ്ടാൽ അവന്റെ മുഖശോഭ കണ്ടവനെ സ്തുതിപ്പാൻ, ദൈവമേ നീ പരിശുദ്ധൻ എന്ന് പറയുവാൻ ഇന്ന് രാവിലെയും കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഇതേ വചനങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഗാനമാണ് നാം പാടി കർത്താവിനെ സ്തുതിപ്പാനായി പോകുന്നത്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുള്ളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, നീ തുറന്നാലതു അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്, നീ തുറന്നാലതു അടയ്ക്കുവതാര്, നീ അടച്ചാലതു തുറക്കുവതാര്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. ദൂതസഞ്ചയത്തിൻ ആരാധ്യൻ ക്രിസ്തു, പുസ്തകം തുറപ്പാൻ യോഗ്യനായോനെ. മടങ്ങിയിടുമേ സർവ്വമുഴങ്കാലുകളും, എല്ലാ നാവും പാടിടും നിന്നെ. മടങ്ങിയിടുമേ സർവ്വമുഴങ്കാലുകളും, എല്ലാ നാവും പാടിടും നിന്നെ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഏറെ രാജമുടി ശിരസതിൽ ധരിച്ച്, 7 പൊൻനിലവിളക്കുകളതിൽ നടുവിൽ എഴുന്നള്ളി വന്നോനെ. മുൾമുടി ചൂടിയ ശിരസിൽ പൊന്മുടി ചൂടിത എഴുന്നള്ളി വരുമേ. മുൾമുടി ചൂടിയ ശിരസിൽ പൊന്മുടി ചൂടിത എഴുന്നള്ളി വരുമേ. പക്ഷകൾക്കും അധികാരങ്ങൾക്കും വന്ന് മാറ്റം പതിച്ചിടും കാലത്തെ വരവിൽ. പക്ഷകൾക്കും അധികാരങ്ങൾക്കും വന്ന് മാറ്റം പതിച്ചിടും ഹല്ലേലൂയ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച്, ഹല്ലേലൂയ. We praise you, Lord. 7
ഹൃദയം കണ്ടുകൊണ്ട് അവനെ ഒന്ന് കണ്ട് അവന്റെ നാമത്തെ ഒന്ന് നമസ്കരിക്കാം, അവന്റെ നാമത്തെ ഒന്ന് ഉയർത്താം. ആ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. Hallelujah. We praise you, Lord. We thank you, Lord. Hallelujah. 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 ഒരു പാട്ട് പാടണമെന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്തോത്രങ്ങൾ, സ്തുതികൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനാണല്ലോ നാം ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. അവരാരാണെന്നറിഞ്ഞ് അവിടുത്തെ നാമത്തെ ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. അവിടുന്ന് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ പരിശുദ്ധ സന്നിധിയിലെ നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നമുക്കൊരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ. ദൂതസ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ദൂതസ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ. ബന്ധമഴിച്ചു വന്നവനെയും ബന്ധുവാക്കിയതാ. ബന്ധമഴിച്ചു വന്നവനെയും ബന്ധുവാക്കിയതാ. എന്നും നന്നായി സ്തുതിക്കും യേശുവേ എന്നും എന്നും നന്നായി സ്തുതിക്കും യേശുവേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപക്കടലിൽ ശാപക്കുഴിയിൽ പിടഞ്ഞു നീന്തിടവേ. പാപമകറ്റി ശാപം നീക്കി പാപിലടച്ചവനേ. പാപമകറ്റി ശാപം നീക്കി പാപിലടച്ചവനേ. നഷ്ടം നഷ്ടം സർവം ഏറ്റുനിൻ പിൻപേ നിന്ദാസൻ നടന്നിടമേ. നഷ്ടം നഷ്ടം സർവം ഏറ്റുനിൻ പിൻപേ നിന്ദാസൻ നടന്നിടമേ. വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ. ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനിതലേ.
വാഴ്ത്തും. ഇമ്മാനുവേലേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതുകൊണ്ട് എന്നും എന്റെ ജീവകാലം മുഴുവൻ ഞാൻ അങ്ങയെ വാഴ്ത്തും. പാപക്കടലിൽ ശാപക്കുഴിയിലായിരുന്ന എന്നെ ഹല്ലേലൂയ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്തല്ലോ. അങ്ങയെ ഞാൻ വാഴ്ത്തുന്നു, അങ്ങയെ ഞാൻ വാഴ്ത്തുന്നു, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. Thank you Lord, worship you Lord, hallelujah. Praise you Lord, 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 praise you Lord. We thank you Lord, we thank you Lord, we worship you Lord, hallelujah. Thank you Lord, 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 thank you Lord. Hallelujah, 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 hallelujah. നമ്മുടെ ബന്ധനം അഴിച്ച് നമ്മുടെ അന്ധത മാറ്റി സത്യദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം തന്നത് ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് വാഴ്ത്താം. Hallelujah. Praise you Lord, praise you. പാപം അകറ്റി ശാപം നീക്കി അവിടുത്തെ മാർവിൽ നമ്മെ അടച്ച് അവിടുത്തെ സാന്നിധ്യത്തെ നമ്മെ മറച്ച് ഓരോ ദിവസവും നടത്തുന്നത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Hallelujah, hallelujah, hallelujah. തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ടോംസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. Hallelujah, hallelujah, hallelujah. Yes Lord. Yes Lord. സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കിരിക്കാം. Praise the Lord, hallelujah. ഇമ്മാനുവേലിനെ പാടി ആരാധിക്കുവാൻ. God is with us. അവനിവിടെ ഉള്ളതുകൊണ്ടല്ലേ അവനെ പാടി ആരാധിക്കും. ഈ രാവിലെ ദിവസങ്ങളിൽ കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തൃഭൃത്തന്മാർക്കും ധൂമിനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പാദപീഠമായിരിക്കാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്നവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എല്ലാവരും അനുഭവിച്ചറിയാം കർത്താവിടെയാണ്. സോ ബിഫോർ ഐ ഗോ ഫർദർ, ഐ ഇൻവൈറ്റ് അവർ യങ്സ്റ്റേഴ്സ് ടു കം ഫോർവേഡ്. James 1 verse 5. And if any of you lacks wisdom, let him ask of God, who gives to all liberally and without reproach, and it will be given to you.
Psalms 119, verse 101. I have restrained my feet from an evil way, that I may keep your word. Psalms 119 verses 1 and 2. Blessed are those whose way is blameless, who walk in the law of the Lord. Blessed are those who keep his testimonies. Psalms 119, verse 5. Oh, that my ways may be steadfast. Teach me your statutes. Proverbs 2 verse 6. For the Lord gives wisdom, from his mouth comes knowledge and understanding. Shepherd went and find the baby. Jeremiah 29, verse 11. For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. Dear friend, do not imitate what is evil, but what is good. Anyone who does what is good is from God. Anyone who does what is evil has not seen God. 3 John 1, verse 11 and 12. Jeremiah 29, verse 11. For I know the plans that I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. Romans 6, verse 14. For sin is no longer master over you, for you are not under the law, but under grace. 1 John chapter 5, verse 4 and 5. For whatever is born of God overcomes the world, and this is the victory that has overcome the world, our faith. Who is he that overcomes the world, but he who believes that Jesus is the Son of God? Jesus today, yesterday, today, and forever. Amen. നമുക്ക് കണ്ണടയ്ക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദർ ജോൺ ഫിലിപ്പ് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവം തന്ന ദാനങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവർ ദൈവസഭയിലാണ് വളരുന്നത്. ദൈവമാണ് അവരെ വളർത്തുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനോടുകൂടെ ഉണ്ടായെന്ന് പറയുന്ന പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവസഭയിൽ വളരുമ്പോൾ ദൈവകൃപയിൽ വളരുവാൻ, ദൈവിക ജ്ഞാനത്തിൽ വളരുവാൻ, ആത്മാവിൽ നിറവിൽ വളരുവാൻ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഓ ഹല്ലേലൂയ, സ്തോത്രം. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമോ? പ്രിയ സാജൻ ബ്രദർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. Thank you, Jesus. Thank you, Lord. Thank you, Jesus. Thank you, Lord. Stotram. Yes, Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. യേശുവിനെ മഹത്വം. Amen. Thank you. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കായും സ്തോത്രം. ഡാലസ് നമ്മുടെ പ്രിയപ്പെട്ടവരെ, നാട്ടിലെ പ്രിയപ്പെട്ടവരൊക്കെയും ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നീ
Amen. From that time, many of his disciples went back and walked with him no more. Then Jesus said to the 12, "Do you also want to go away?" But Simon Peter answered him, "Lord, to whom shall we go? You have the words of eternal life. Also, we have come to believe and know that you are the Christ, the Son of the living God." Oh, hallelujah. എത്ര ശക്തമായ വേടാതല്ലേ. ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. അവനെക്കുറിച്ചുള്ള അറിവാ നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നു. The word of the living, eternal life, നിത്യജീവന്റെ മൊഴി. ഒരു നല്ല സ്തോത്രം പറയാമോ? കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അടിയനോട് അടിയൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണം. നിൻ്റെ വചനത്തിൽ നിന്നോളം വലിപ്പമുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളൊന്ന് ഇറങ്ങുവാൻ കൃപ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെ തുടങ്ങുന്നത് അന്നു മുതൽ എന്ന് തുടങ്ങും. അന്നു മുതൽ അതിൻ്റെ അർത്ഥം 6-ാം അധ്യായം 1 മുതൽ 65 വരെ. അവിടെ ഞാൻ പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാമൊന്നും എഴുതിയിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 20 അടയാളങ്ങളെപ്പറ്റി പറയുമ്പോൾ യോഹന്നാൻ കേവലം 7 പറയുന്നുള്ളൂ. 2 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ 2 ഭാഗമായി തിരിച്ചാൽ 2 മുതൽ 11 വരെ അടയാളങ്ങളുടെ പുസ്തകങ്ങളായിട്ടും 12 മുതൽ 20 വരെ മഹത്വത്തിൻ്റെ മഹിമയുടെ പുസ്തക എഴുത്തുകളായിട്ടും കാണാം. ബുക്ക് ഓഫ് ഗ്ലോറി രണ്ടായിട്ട് തിരിച്ചാൽ 1ഉം 21ഉം ബിഗിനിങ്ങും കൺക്ലൂഷനും. ഇങ്ങനെ പഠിക്കുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത യോഹന്നാൻ എഴുതിയതിൻ്റെ ഒക്കെ താല്പര്യം നിങ്ങൾ ഇവരെ ഒന്ന് അറിയണം. വേറെ ഒന്നുമില്ല. ഒരു പർപ്പസോടെ എഴുതുവാൻ. നിങ്ങൾ 20-ാം അധ്യായം തോന്നുന്നു, 20ന്റെ അവസാനം ഒന്ന് വായിച്ചേ. അതെ, ഇത്രയൊന്നും അല്ല. യോഹന്നാൻ പറയുവാണ് ഞാൻ 7 പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളോ? അല്ല. നിങ്ങൾ വിശ്വസിക്കണം. ഒരു പ്രൈസിലോടൊക്കെ ഒന്ന് പറയണം, സ്വതന്ത്രം പറയണേ. അപ്പം ഞാൻ ഇത്രയും കാലങ്ങൾ എഴുതിയ ഒത്തിരി എഴുതാറുണ്ട്. പക്ഷേ ഒറ്റ ഒരു കാര്യമുള്ളൂ, അവൻ ദൈവപുത്രനും നിങ്ങൾ വിശ്വസിക്കണം. ആരാ ഈ നിങ്ങൾ? ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ വിശ്വസിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട് കേട്ടോ. നമ്മൾ ആരാധനയ്ക്ക് വരുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നേ. അത് ഉള്ളവനെ മനസ്സിലാകത്തുള്ളൂ. എന്തിനാണ് കർത്താവിനെ സേവിക്കും ചോദിച്ചാൽ അതിന് പർപ്പസ് ഉണ്ട്. ഒന്നുമില്ലാതെ ആര് പറഞ്ഞിട്ടില്ല പ്രതിഫലം ഉണ്ടെന്നുള്ള നമുക്ക് അറിയാം. ഒരു ഗോലിയാത്ത് മുമ്പ് നിൽക്കുമ്പോൾ ഒരു കൊച്ചൻ ചോദിക്കുകയാണ്, ഇവനെ കൊല്ലുന്നവന് എന്ത് കിട്ടും? അതാ എൻ്റെ പർപ്പസ്. ഇവനെ കൊല്ലുന്നവൻ, ഇവനെ കണ്ടുകൊണ്ട് എല്ലാവരും പേടിച്ചോടുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദൈവത്തെ ചെറുതായിട്ടും പിശാചിനെ വലുതായിട്ടും കാണുന്ന കാര്യം. ഇവനെ കൊല്ലുന്നവൻ എനിക്കറിയണം, നമുക്കും അറിയണം ഈ വിശ്വാസ ജീവൻ മുമ്പോട്ട് നമുക്ക് എന്ത് കിട്ടുമെന്ന്. അതാ നിത്യതയുടെ കാഴ്ചപ്പാട്. ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കരുത്. നന്മ കിട്ടും, നന്മ. ഇന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, ദൈവം നന്മ തരുകയാ. നാളെ ക്ലോസ് ചെയ്യുന്ന പാർപ്പിടം. ഇതൊന്നും തെറ്റൊന്നുമല്ല, ഇത് ദൈവം തരുന്നതാ. അപ്പോൾ നിത്യത, അതാണ് നമ്മുടെ വലിയ വിഷയം.
66-ാം അധ്യായത്തിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ നിത്യജീവൻ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു വാക്യമുണ്ടല്ലോ, എവിടെയാ? 6:48, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ഒരു മരുഭൂമിയിൽ ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മന്നയുണ്ടല്ലോ പഴയ നിയമത്തില്, അത് കിട്ടിയിട്ട് എന്ത് സംഭവിച്ചു? മരുഭൂമിയിൽ പട്ടുപോയി. അവർക്ക് പ്രയോജനപ്പെട്ടില്ല. നമുക്ക് പ്രയോജനപ്പെടാതിരിപ്പാൻ, പ്രയോജനപ്പെടാൻ, തെറ്റി പറ്റിയൊന്ന് സംശയം ഉണ്ടായി എനിക്ക്. നമുക്ക് പ്രയോജനപ്പെടാൻ, അല്ല അങ്ങനെ സംഭവിക്കാതിരിക്കാൻ. ഒത്തു ശരിക്കേത് ഞാനാണ് ജീവന്റെ അപ്പം. സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്നവൻ, മറ്റൊന്ന് പൊഴിഞ്ഞേ ഉള്ളൂ, ഇത് ഇറങ്ങി വന്നു. പഴയ എല്ലാവരും നിഴലായിരിക്കുമ്പോൾ യഥാർത്ഥ അപ്പമായവൻ സ്വർഗീയ മഹിമകളെ താണുഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ കാൽവറിയിൽ നുറുക്കപ്പെട്ടതിന്റെ ഓർമ്മയായത്. സ്വതന്ത്രം ക്രോഗറിലെ ഒരു മണ്ണോ ഒരു ജ്യൂസോ അല്ല നമ്മുടെ വിഷയം. ഇതിൽ അനുഭവിക്കുമ്പോൾ, പ്രാർത്ഥിച്ചനുഭവിക്കുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കുന്നു, ജീവന്റെ അപ്പമായവനെ ഓർക്കുന്നു. എനിക്ക് വേണ്ടി കാൽവറിയിൽ നുറുക്കപ്പെട്ടവൻ. എത്രയോ ഉദാഹരണ സഹിതം. എന്തിനാ ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത്? ഇതൊരു അടയാളമാകും, ഒരു അത്ഭുതമാകും. ശരിയാ, കർത്താവ് വെറുതെ ഒന്നും ചെയ്തില്ല. അപ്പം നുറുക്കി ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. ജീവന്റെ അപ്പവും നുറുക്കപ്പെട്ടു, നമുക്ക് അനുഗ്രഹമായി തീർന്നു. ഒരു നല്ല ക്ലാസ്, ഒരു പർപ്പസ് ഇല്ല അതിനകത്ത്. പുറകെ വന്നവർക്ക് കുറെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് വിഷയം. എല്ലാം ഫോക്കസ് ചെയ്യുന്ന അടയാളങ്ങളും ഫോക്കസ് ചെയ്യുന്ന ക്രിസ്തുവിനെയാ, ജീവന്റെ അപ്പമായവൻ. സ്തോത്രം. കരങ്ങളിൽ നുറുക്കപ്പെട്ടു, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ അവന്റെ കരങ്ങൾ നാം നുറുക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരും. മുൻപോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, യേശു ചെയ്ത എല്ലാ അടയാളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം, നമ്മൾ സ്റ്റേജിൽ ഷൈൻ ചെയ്യാൻ മാത്രമായിരിക്കും, ദൈവനാമത്തിന് മഹത്വത്തിനായിരിക്കും. നീണ്ട വർഷ ശുശ്രൂഷയിൽ ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്താ കണ്ടിരിക്കുന്നത് അറിയാമോ? പ്രസംഗിക്കുന്ന വചനത്തെ ഉറപ്പിക്കുവാൻ കൂടെ നടന്ന അവൻ ചെയ്ത അടയാളങ്ങൾ. അങ്ങനെ ബൈബിളില് മർക്കോസിന്റെ അവസാനത്തെ വാക്യം, മർക്കോസിന്റെ അവസാനത്തെ വാക്യം എന്തുവെന്നറിയാമോ? യേശു ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം യേശു എങ്ങോട്ട് പോയി? സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ടു. ആര്? ശിഷ്യന്മാർ. അവർ പുറപ്പെട്ട് സുവിശേഷം പറയാൻ പോയപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? 18-ാം വാക്യത്തിൽ പറഞ്ഞു അവിടെയാന്ന്. പിതാവിന്റെ 19-ാം വാക്യം പറയുവാണേ, അവർ പുറപ്പെട്ടപ്പോൾ അവരോടും കൂടെയാന്ന്. ഒരു നല്ല സഹോദരൻ എന്ന് പറഞ്ഞു. നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഞാനൊക്കെ സഹോദരൻ പറയാൻ പോവാ. ഞങ്ങൾക്കൊക്കെ ഈ വചനം സൃഷ്ടിക്കാൻ എന്താ ധൈര്യം എന്നറിയാമോ? ഞങ്ങളല്ല ഈ പറയുന്നത്. സുവിശേഷം എവിടെ പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്. നാം പറയുന്ന വചനം അതുപോലെ ഉറപ്പിക്കുവാൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്നവൻ കൂടെയുണ്ട്. ദൈവമക്കളോട് ഡീലിംഗ് വേറെയാ, ജാതികളോട് ഡീലിംഗ് വേറെയാ കേട്ടോ. അത് മനസ്സിലാക്കി വേണം ഈ സംസാരിക്കാൻ.
സിമ്പിൾ സുവിശേഷം മതി. യേശു രോഗിയെ സൗഖ്യമാക്കുന്നു പറഞ്ഞാൽ ഓടി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഹീലിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് 4 ദിവസം മാത്രമേ ആയുസുള്ളൂ എന്ന് തള്ളിയ 7 വയസ്സുള്ള ശ്രീധരന്റെ മകൻ 4-ാം ദിവസം മരണത്തെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ യേശു അവനെ സൗഖ്യമാക്കി. ഡോക്ടർക്ക് പഠിച്ചത് വെച്ച് എഴുതാനേ കഴിയത്തുള്ളൂ. അവൻ സൃഷ്ടിതാവാ. സ്വോത്രം ഒരു നല്ല സ്വോത്രമൊക്കെ പറയണേ. ദൈവമക്കളുടെ മധ്യയല്ല ചെയ്തത്, ഹിന്ദുവായ ഒരു ശ്രീധരന്റെ വീട്ടിലാണ് ചെയ്തത്. എന്ത് സംഭവിച്ചതറിയാമോ? ഈ അത്ഭുതം നടക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് ഭവനത്തിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ശ്രീധരൻ പുറകെ ഓടി വന്ന് പറഞ്ഞത്, ഉപദേശി സാറേ, എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ യേശുവിനായി ജീവിക്കും. ദൈവമക്കളെ, ഇതിനകത്ത് ശക്തിയുണ്ട് കേട്ടോ. നമ്മുടെ വാക്കിലൊന്നും വലിയ ശക്തിയൊന്നുമില്ല. നമ്മുടെ ഭാഷാ ശൈലിയൊന്നും ദൈവത്തിന് വിഷയമല്ല. നീ താല്പര്യത്തോട് പോയ നിന്നോട് കൂടെ നടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. ശനിയാഴ്ച രാത്രിയാണ് ഈ തീരുമാനം പറഞ്ഞ ശ്രീധരൻ. അന്നേരം കുഞ്ഞ് വീട്ടിൽ അത്യാസന്ന നിലയിൽ കിടക്കുക. സൺഡേ രാവിലെ ആരാധന പറ്റിയ ഒരു ഹിന്ദിക്കാരൻ സഹോദരന് ദൈവാത്മാവ് വെളിപ്പെടുത്തി ഇന്ന് പകൽ വിടുതലുണ്ടെന്ന്. ദൈവാത്മാവ് വെളിപ്പാടും തരും, ആലോചനയും തരും. ആത്മാവിൽ ആരാധിക്കുന്ന സഭയിൽ ദൈവപ്രവർത്തനം നടക്കും. വെള്ളീസ് 2 ദിവസം ഈ പ്രിയപ്പെട്ടവർ ഈ കുഞ്ഞിനെ തോളിൽ കൊണ്ടുവന്നു. പലർക്കും അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു വിടുന്നത്. തോളിൽ കൊണ്ടുവന്നു. പ്രസവിക്കുന്ന ഞങ്ങൾക്കോ അവർക്കോ യാതൊരു പ്രതീക്ഷയുമില്ല. എന്താ ഇല്ലാത്തത്? ഡോക്ടർ വിധി എഴുതിയെന്നേ. ഞാൻ സൺഡേ രാവിലെ ഹിന്ദിക്കാരനായ ഒരു ദൈവദാസൻ പുറകിൽ നിന്ന് പഞ്ചാബി പുറകിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അവന് വെളിപ്പാട് കൊടുത്തു. അത് എന്നോട് പറഞ്ഞു. അന്ന് പകൽ ശുശ്രൂഷ ഭാഷ സാങ്കുട്ടിയാ. ആരാധന ശുശ്രൂഷ കഴിഞ്ഞ് ആരാധിക്കാൻ വേണ്ടി മുൻപോട്ട് ഞാൻ ആൾക്കാരെ വിളിച്ചപ്പോൾ ആരാധനയുടെ അവസാനം ഞാൻ വിളിച്ചു, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് സംസാരിക്കുന്നു, ദൈവത്തിൽ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവദാസന്മാർ വിളിച്ചു പറയുമ്പോൾ ഏറ്റെടുക്കുന്ന സഭയ്ക്കായി സ്തോത്രം. നമുക്ക് വിടുതൽ നമ്മുടെ സഭയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഭവനമാണ്, നമ്മുടെ ആവശ്യം നമ്മുടെ സഭയിൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞു. ആർക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടായാലും വിളിച്ചു പറയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ദൈവം കൊടുക്കുന്നതാണെങ്കിൽ. നിങ്ങൾക്കറിയാമോ ആദ്യം വന്ന് ആരാന്ന്? നമ്മളാണെങ്കിലോ ഇന്നലെയും പോയതാ, മിഞ്ഞാന്നും പോയതാ, ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കെന്നെ ആവശ്യക്കാരൻ. ഞാനൊരു ടോപ്പിക്ക് പ്രശ്നം കൊടുത്തു. ഓൾ യു നീഡ് ഈസ് എ നീഡ്. ഓർമ്മയുള്ളവർക്കായി സ്തോത്രം. ഓർമ്മയില്ലാത്തവർ ഞാൻ പിന്നെ പ്രസംഗിക്കുന്നതായിരിക്കും. ഇന്നലെ പറഞ്ഞ പോലെ. പക്ഷെ ഒരു കാര്യം, മിക്കവാറും എല്ലാവരുടെയും ഇതിനകത്ത് എഴുതി വെച്ചിട്ടാണ്. ആ രസം മിണ്ടാൻ പറ്റുമോ? ഇന്നാണ് ദിവസം ഇത് പണ്ടേ പ്രസംഗിച്ചാൽ നിങ്ങൾ പറയുക. എൻ്റെ ഭാഷ എന്ത് ചെയ്യാൻ? അതുകൊണ്ട് ഞങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ തന്നെ മാറിയാന്ന് പറയുന്നത്. അയ്യോ അവിടെയൊക്കെയാണ് ഇത്രയും ആ പുസ്തകം ഇലാസ്റ്റിക്കിട്ട് വെച്ചിരിക്കുക നമ്മുടെ പിന്നെ VT ജോസഫിൻ്റെ കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. കേൾക്കണേ. നമ്മുടെ നമുക്ക് വ്യക്തികളല്ല വിഷയം, ദൈവസാന്നിധ്യമാണ് വിഷയം. ഒരു ഹൈന്ദവന് ദൈവസാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് എന്നാ മനസ്സിലാകത്തെ? എന്താണെന്ന് പറയുമ്പോൾ കൂട്ടായ്മകൾക്ക് അലക്ഷ്യമാക്കുന്നത് ദൈവസാന്നിധ്യം മനസ്സിലാകത്തോണ്ടാ. റിച്വലായിട്ട് വരുന്നു, റിച്വലായിട്ട് പോകുന്നു. ഞാൻ ഇന്ന് ആൾക്കാർ എന്നും പറയുന്ന പോലെ ഇന്ന് പറയട്ടെ, ഐ ആം ഹിയർ ബിക്കോസ് ഹി ഈസ് ഹിയർ.
ഞാൻ 2 ദിവസമായി സൃഷ്ടിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത മെസ്സേജ് പറയാനോ ദേവദാസന്മാരെ കാണാനോ അറിയാവുന്ന പാട്ട് പാടാനോ അല്ല വന്നേ. അവനിവിടെ ഉണ്ട്, അതുകൊണ്ടാ വന്നേ. ഓ, അവനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഹൃദയമെല്ലാം അവന് പകരം ഞാൻ തായാണ്. Just to pour out your heart in his presence. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഹൈന്ദവനായ അന്നേരവും തോളിലുണ്ട് പുള്ളി. 7 വയസ്സുകാരൻ ലുക്കീമിയ വായിച്ച് ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷപ്പെടത്തില്ലെന്ന്. ഓടി വന്നു. ഉള്ള കാര്യം പറയാമല്ലോ, ഇറങ്ങിപ്പോയി പ്രാർത്ഥിച്ച് എനിക്ക് പോലും ഉള്ള കാര്യം പറഞ്ഞു. എൻ്റെ കുഴപ്പം നിങ്ങളെപ്പോഴൊക്കെ നമ്മൾ. പക്ഷേ എനിക്ക് ഇന്ന് ഈ പറഞ്ഞ വാക്കിൽ കൂടെ ഞാൻ പറയട്ടെ, ഞാൻ പോയപ്പോൾ ഒരുവൻ കൂടെ വന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളും വചനത്തെ ഉറപ്പിക്കുന്നവൻ. ഓ ഹല്ലേലൂയ! അവൻ പിതാവിന്റെ വലഭാഗം മധ്യസ്ഥ അണയ്ക്കുന്നവൻ മാത്രമല്ല, ശുശ്രൂഷയ്ക്ക് വിളിച്ചവന്റെ കൂടെയുള്ളവനാ. ഇത്രയും ധൈര്യം സ്റ്റേജിൽ പറയുമ്പോൾ സമയം പോരാത്തതൊക്കെ ഇതുകൊണ്ടാന്നേ. പറയേണ്ടവനെ കുറിച്ച് പറയുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ല, കേൾക്കേണ്ടവനെ പറ്റി കേൾക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തില്ലെന്ന്. ഹല്ലേലൂയ! എത്ര വർഷമായി വിശ്വാസം ഇതുവരെയും പ്രസംഗം കേട്ട് കൊതി നിന്നിട്ടുണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എന്നാ കൊതി തീരുന്നേ? നിങ്ങളും ഞാനും ഒരുപോലെ. നിങ്ങൾക്ക് കൊതി ഇരുന്നിട്ടില്ല, എനിക്ക് കൊതി ഇരുന്നിട്ടില്ല എന്നാ പ്രസംഗിച്ച്. ഹല്ലേലൂയ! വെൽ, അന്ന് പകൽ അറിയാമല്ലോ, ഞാൻ ഉരുള കേട്ടുന്നു കേട്ടുന്നു. അന്ന് പകൽ 3 ദിവസമായി തോളയിൽ എടുത്തുകൊണ്ട് വന്ന ശ്രീധരന്റെ മകൻ 7 വയസ്സുള്ളവൻ ഉച്ചയ്ക്ക് ഓടി വീട്ടിലേക്ക് പോയി. ഈ വചനം വെച്ചാ പറയുന്നത്, നടന്ന സംഭവമാ. വചനത്തെ ഉറപ്പിക്കുന്നവൻ. ഇത് വെറുതെ കേൾക്കരുത്, ഇത് ദൈവ തിരുവായി മൊഴിയ, നിത്യജീവന്റെ മൊഴിയ. ചുമ്മാതെ പല മരത്തിന്റെയും കീഴെ പുറ്റിരുന്ന് കിട്ടിയ രാമായണം ഒന്നും അല്ല ഇത്. അതല്ലയോ? എന്ത് പാട്ട? സ്വർഗത്തിൽ ബാക്കി നിങ്ങൾക്ക് പറയാമോ? എന്നേക്കും ഇവിടെ ഇതുണ്ട്, അവിടെ ഇതുണ്ടെന്ന്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. ഓ ഹല്ലേലൂയ! ഇതിന് മാറ്റമില്ല കേട്ടോ, ഇതിന് മാറ്റമില്ല. സ്തോത്രം. യേശു എന്ത് അത്ഭുതങ്ങളുടെ ആരംഭമായി അറിയാമല്ലോ. എവിടെന്ന് എന്തിനായി ചെയ്തത്? 11 വായിക്കാമോ? 2:11. എന്ത് ചെയ്ത്? തന്റെ മഹത്വം വെളിപ്പെടുത്തി. എന്ത് ചെയ്ത്? അടയാളങ്ങൾ ചെയ്ത്. അടയാളം എന്തായിരിക്കുന്നത് അവിടെ? അടയാളങ്ങളുടെ ആരംഭമായി. അപ്പൊ ഞാൻ വന്നത്, ഞാൻ ആരെന്ന് എൻ്റെ ശിഷ്യന്മാർ അറിയണം. ദൈവം എൻ്റെ ടോപ്പിക്ക് വേണം ചേഞ്ച് ചെയ്യാം. അവൻ ആരെന്ന് നാം അറിയണം. അവനെ ശരിക്കറിഞ്ഞെങ്കിലേ വിശ്വാസ ജീവിതം ധന്യമാകത്തുള്ളൂ. അറിയേണ്ടതുപോലെ അറിഞ്ഞെങ്കിലേ ഉഴപ്പ് മാറത്തുള്ളൂ. ഒരു നല്ല സ്തോത്രം പറയാം, നല്ല സ്തോത്രം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും എപ്പോഴും വന്നവർക്കായി സ്തോത്രം. ബാക്കി പറഞ്ഞാൽ എൻ്റെ മൂഡ് പോവല്ലോ, നിങ്ങളെ അല്ല. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ്, നിങ്ങൾ വിചാരിക്കുക എന്ത് കൊടുക്കാൻ പോകുന്നത്? യേശു കർത്താവ് അവനെ പരിചയപ്പെടുത്തി ഒരുവനുണ്ട്. ഇതാ ലോകത്തിന്റെ
പാപത്തെ ചുമക്കും ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് കേട്ട ഉടനെ അവനെ വിട്ട് ഇങ്ങോട്ട് ചേർന്നു. നമ്മളാണ് വിട്ടുകൊടുക്കുമോ? ആരെ പറ്റി പ്രസംഗിച്ചു അവനോടുകൂടെ പോട്ടെന്നേ. അവനോട് നീ എവിടാ പാർക്കുന്നത്? വന്ന് കാണുമീൻ. വന്ന് കണ്ടു. രാത്രി അവനോട് പാർത്തു. രാത്രി പാർത്തപ്പോൾ മനസ്സിലായി ഇവനാണ് മശിഹ. ഒരു രാത്രിയിൽ ഒരു പാർട്ടിയിൽ കൂടെ താമസിച്ചപ്പോൾ മനസ്സിലായെങ്കിൽ എത്ര വർഷമായി വിശ്വാസത്തിലായിട്ട്? എത്ര വർഷമായി വിശ്വാസത്തിലായി? മനസ്സിലായവൻ മറ്റവനെ കൂടി പിടിച്ചോണ്ട് വന്നു. അവനെ അറിയാവുന്നവനെ മറ്റവനെ വിളിക്കത്തുള്ളൂ. ഇതാ സുവിശേഷ വേല. ഒന്നുകിൽ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ അവസാനം എന്താ ബോർഡ് കൊണ്ട്, അല്ലെങ്കിൽ ട്രാക്ട് കൊണ്ട് ദൈവം ഏൽപ്പിച്ച് ചെയ്താൽ മതിയെന്നേ. പക്ഷേ സുവിശേഷന്മാരല്ല, എല്ലാവരും സുവിശേഷന്മാരാ. ഞാൻ വേണേ നിർത്തി ഓർഡർ ചെയ്യാം, ശരി സുവിശേഷൻ്റെ ടൈറ്റിലും തരാം, ഭാഷ തരത്തില്ല. സുവിശേഷകൻ നമ്മുടെ ദൗത്യമല്ലേ അത്? ഒന്ന് പറഞ്ഞല്ലേ? എന്തോ സുവിശേഷം ഇമാജിനിട്ട് ഗോ ആൻഡ് പ്രീച്ച്, ഗോ ആൻഡ് പ്രീച്ച്. സുവിശേഷൻ വന്ന ആദ്യം ഡിസൈപ്പിൾസ്, വിശ്വാസിയല്ല ഡിസൈപ്പിൾ ദൈവം ഉണ്ടാക്കി. ശിഷ്യൻ വിശ്വാസിയൊക്കെ പിന്നെ എന്തോ എല്ലാം വിശ്വസിക്കുക. ശിഷ്യത്വം വേറെയാ, ശിഷ്യത്വം വേറെയാ. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ നഥാനിയേൽ ഇവനെ പറ്റി കേട്ടോ, അങ്ങനൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്ങനെ എവിടുന്ന് രക്ഷ വരുമെന്ന? നസ്രയത്തിൽ നിന്ന് വല്ല രക്ഷയും. അപ്പൊ ഈ പുള്ളിക്ക് ഏതാണ്ടൊക്കെ അറിയാം, വല്ല നന്മയും വരുമോ? ഏതാണ്ടൊക്കെ അവിടെ എവിടെയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ശരിക്കും അറിയത്തുമില്ല. താഴോട്ട് വന്നപ്പോൾ അതിലൊന്നും വിവരിക്കുന്നില്ല. ഏതായാലും ഒന്ന് കണ്ടുകളയാന്ന് പോയപ്പോൾ താഴോട്ട് വായിച്ച് പക്ഷേ നീ അത്തിയുടെ അത് ആ നല്ല സാക്ഷ്യം കിട്ടിയൊരു വ്യക്തിയാണ്. അതല്ലേ ആരുടെ സാക്ഷ്യത്തിന് വിലയെന്നറിയാം? കർത്താവിന്. നമ്മൾക്ക് മറ്റുള്ളവരുടെ സാക്ഷ്യം കിട്ടാൻ വേണ്ടി എന്തോരം ബന്ധപ്പാട് ചെയ്യുന്നു. ദൈവം ഒന്ന് പറയാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല. ദൂതേറ്റെടുത്തോട് സ്തോത്രം പറഞ്ഞു. എന്തില്ല? കപടമില്ല. അങ്ങോട്ട് പോകുന്ന മറ്റേ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഇങ്ങോട്ടല്ല പിന്നെ പോകുന്നത്. ഇവിടുന്ന് വരുന്നത് മറ്റേ വരുന്നത് എവിടുന്നാ? അതെങ്കിലും ആയിരിക്കട്ടെ ദൈവമക്കൾ, ഇല്ലയോ? ഓക്കെ, ഇത് കേട്ടപ്പോൾ ഇവൻ്റെ ഉള്ള അവസ്ഥ പറ്റ ഇവനൊരു സംശയം. എന്നെ നിനക്ക് ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത്? പരമാധികാരിയുടെ അടുക്കൽ. ഒരുവൻ ഭൂമിയിൽ വരുന്നതിൻ്റെ അനാദികാലത്തെ ഈ വ്യക്തിയെ കണ്ടവൻ. ഇങ്ങനെയൊക്കെ വേണം നമ്മൾ ദൈവത്തെ പഠിക്കാൻ. മോശയ്ക്കോ മറ്റവർക്കോ കിട്ടിയ വെളിപ്പാടിൻ്റെയോ അപ്പുറത്ത് ലോകസ്ഥാപനം മുൻപെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിനും അപ്പുറം നമ്മെ കണ്ടവൻ. ഒരു സ്വതന്ത്രം പറയാം. എന്നിട്ടാ ചോദിക്കുന്നത്, എന്നെ നിനക്ക് എപ്പോഴും അറിയാം? ചിലരുടെ ഇരിപ്പും കണ്ടാലും ദൈവത്തിനൊന്നും അറിയത്തില്ല ലക്ഷത്തിലായിരിക്കുന്നത്. അല്ല, നമ്മുടെ കാര്യം പറയാം. EPC എല്ലാം പെർഫെക്റ്റ്, അതല്ല ഞാൻ പറഞ്ഞത്.
നാം എവിടെയായിരുന്നും, നാം എന്തോ പറയുന്നു, എന്താ വരാഞ്ഞെന്നും എന്താ പോകാഞ്ഞെന്നും, എന്തുവാ നാം പറയുന്നതിനകത്തെ വാസ്തവികതയെന്നും അറിയാമെന്ന ഒരുവൻ. താഴോട്ട് വായിച്ചേ, ബാക്കി 49. അടുത്തത്. നീ ഇതിനേക്കാൾ വലുത് കാണുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പലതും നടക്കുന്നത്. എന്തോ ഒരു വ്യാഖ്യാനം എന്നറിയാമോ? മനുഷ്യത്വാദി എന്ന് പറഞ്ഞ ഈ സ്റ്റേജ് ഇതെല്ലാം പറയുന്നത് ഇതിനേക്കാൾ കർത്താവിൻ്റെ വചനം പറയുന്നില്ലേ, കർത്താവ് ചെയ്തതിനേക്കാൾ വലുത് ചെയ്യും. കർത്താവ് പോയ പാതാവിൽ പോയിട്ടല്ല ഈ പറയുന്നത്. അവനെ ഇതിനേക്കാൾ വലുതെന്തുവാ? ദൈവമഹത്വമാണ്. ഓർക്കുന്നുണ്ടോ ഞാൻ ഇത് പറഞ്ഞത്? മൂന്നാം നാൾ എന്ന് പറഞ്ഞ രണ്ടാമതും തുടങ്ങുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാം നാളിലാണ് അടയാളം നടക്കുന്നത്. അത്ഭുതങ്ങളുടെ ആരംഭമായി. എവിടെ ചെയ്യുന്നറിയാമോ? ഗലീലയിലെ കാനാവിൽ. ശമര്യയിലും കാനാവുണ്ട്, 2 കാനാവുണ്ട്. പക്ഷേ നഥനയേൽ എവിടുത്തുകാരനെന്നറിയാമോ? എവിടെ എഴുതിയിരിക്കുന്നു? അതല്ല, 21:2 വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം. 20 ഗലീലയിലുള്ള കാനയിലെ നഥനയേൽ. എത്ര കറക്റ്റായിട്ട്, മറ്റേതൊന്നും തെറ്റിപ്പോയില്ല കേട്ടോ. GPS പോലും തെറ്റിക്കുമെന്നേ. പക്ഷേ ഇത് തെറ്റിയില്ല. എവിടുത്തുകാരനാ? ഗലീലയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ കാനയിലെ നഥനയേൽ. കാരണം 1-ാം അധ്യായത്തിൽ നീ ഇതിലും വലിയ മഹത്വം കാണും. സ്വന്തം പറഞ്ഞില്ല. നമുക്കൊന്ന് വിശ്വസിക്കാമോ? ദൈവം നമ്മോട് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ വെച്ച് അവൻ കാണിക്കും ദൈവമാണ്. അത് ആശയം മനസ്സിലായൊക്കെ ആയ സ്തോത്രം. ഞാനങ്ങ് വിചാരിക്കുന്നത് അങ്ങനെയാ. ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന് അത്ഭുതങ്ങളുടെ ആരംഭമായി ഗലീലെ കാനാവിൽ യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തി. അതാ വലുത്. അതിനേക്കാൾ വലുത് ഒന്നുമില്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. ദൈവമഹത്വം, ദൈവമഹത്വം, ദൈവമഹത്വം. അതായിരിക്കണം ഒരു ദൈവവേദന്റെ ആഗ്രഹം. മോശയോട് അത്, മോശ എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്നെ കണ്ടിട്ട് പക്ഷേ എൻ്റെ മഹത്വം കാണാം. ഒരു സ്വപ്നം പറയണേ. അക്ഷരികമായി അവനെ ഇന്ന് പകൽ കണ്ടില്ലെങ്കിലും അവൻ്റെ മഹത്വം കണ്ടേ പോകാവൂ. സ്വത്രം അവൻ്റെ മഹത്വം കാണും. ഞാൻ മുൻപോട്ട് പോകട്ടെ, മടങ്ങി വരട്ടെ. ഈ വായിച്ച വേദഭാഗത്തിൽ കഴിഞ്ഞ ദിവസം കർത്താവ് ദാസൻ സാങ്കുട്ടി ഭാഷ വായിച്ച ഈ ഭാഗം അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? തീരുമാനം. നല്ലൊരു ആശയമാണ്. നമ്മുടെ തീരുമാനം നിനക്ക് വേണം നിൽക്കാം, കണ്ടിപ്പോ നിങ്ങൾക്കൂടെ വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ട്. മറ്റൊരു അത്ഭുതം കണ്ടും അപ്പം നിന്നും അടയാളം കണ്ടു വന്നവരാ. അവർക്ക് ഈ 65 വാക്യങ്ങൾ വരെ പഠിക്കുമ്പോൾ ഇതൊന്നും അവിടെ ഗ്രഹിച്ചില്ല. ഞാനാകുന്നു അപ്പം, എന്നെ തിന്നണം. ഇതെന്താ ഇത്? ആരെ കൺഫ്യൂഷനാണല്ലോ. ദൈവാത്മാവിൻ്റെ ആലോചന കൺഫ്യൂഷൻ തരുന്നതല്ല. ഞാൻ കഴിഞ്ഞ രാത്രി കഥാദാസൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തീരുമാനമാണ് നമ്മെ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിർത്തുന്നത്.
എന്ത് വേണം ചെയ്യാം. ഒരു കുഞ്ഞ് ഒന്നും പറയത്തില്ല, ദൈവവും മിണ്ടത്തില്ല. അതിൽ വേറെ വിഷയം. വേണമെങ്കിൽ ഇന്ന് രാവിലെയും വേണമെങ്കിൽ ഇന്ന് പോകുന്നില്ലെന്ന് പറയാം. ഇല്ല മോനെ, വണ്ടി പോയി സ്റ്റാർട്ടാക്കും, ഞാൻ കൂടെ ഇരിക്കുന്നു, കഥ പറയുമോ? ഒരു സ്വതന്ത്രം പറഞ്ഞ് അന്തരീക്ഷം കുറയരുത്. രണ്ട് സഹോദരന്മാരെ ഒന്നിച്ച് യാത്ര പുറപ്പെട്ടു. ഒന്ന് പാപ്പനായിരിക്കും, അച്ഛനായിരിക്കും, ആരുമില്ല. ബേബിച്ചാൻ പറഞ്ഞ് സംഭവിച്ചിരിക്കുന്നു. അല്ലെന്ന് പറഞ്ഞ് ബേബിച്ചാൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ഇതിനകത്ത് എഴുതിയിട്ടുമില്ല. ബേബിച്ചാൻ പറഞ്ഞതുപോലെ മോനും അച്ചായനും കൂടെ യാത്ര ചെയ്യുക. അച്ചായൻ ദർശനം കണ്ടവനാ, മോൻ കൂടെ ഇറങ്ങിയവൻ. ദർശനവും മഹത്വവും കണ്ടവൻ നിലനിൽക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഓരോ ദിവസവും നമ്മെ കൊണ്ട് നിർത്തുന്ന ഒരു ടേണിംഗ് പോയിന്റിലാണ്. ആണോ അല്ലയോ? അതെ. ഓരോ ദിവസവും ഒരു ടേണിംഗ് പോയിന്റ് നിർത്തിയിട്ട് ഒരുവൻ ചെവിയിൽ മന്ത്രിക്കും, ദ കമ്പാനിയൻ ആൻഡ് ദ കംഫർട്ടർ. ഇനി വഴിയിതാ. പരിശുദ്ധാത്മാവിനെ വിടരുത്. സഞ്ചാരി കൂടെ വാ, ഇടയ്ക്കിടയ്ക്ക് പറയണം. പരിശുദ്ധാത്മാവ് പറയും എൻ്റെ കൂടെ വരാൻ. ടേണിംഗ് പോയിന്റ് ഇങ്ങോട്ട് തിരിയാൻ പറയുമ്പോ അങ്ങോട്ട് ഇപ്പം പോകുന്നില്ല, ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാലോ രണ്ടെണ്ണം വെച്ചേരം കിട്ടുമെന്ന് പറയത്തില്ല. അങ്ങനെ പോയതാ. രണ്ടുപേര് യാത്ര ചെയ്യുമ്പോൾ അച്ചായ മേപ്പോട്ട് നോക്കി, മറ്റേപ്പോൾ തീരോട്ട് നോക്കി. ഇതൊക്കെ ബൈബിളുള്ള കാര്യമാണ്. നിങ്ങൾ വിചാരിച്ച് മാത്യുവിനെ ഉണ്ടാക്കണമെന്നാണ് ഇവിടെ കാണുന്നത്. അച്ചായ മേപ്പോട്ട് നോക്കി തെളിവുണ്ടോ? ഉണ്ടെന്നേ എബ്രാഹിം എടുത്ത് പറയുന്നു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിന് വേണ്ടി ഒരുവൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരുവൻ ലോകത്തേക്ക് നോക്കി. നീരോട്ടമുള്ള പ്രദേശം. നോട്ടം മാറുമ്പോൾ വഴക്ക് തുടങ്ങും. ഈ യാത്രയിൽ ഈ വഴക്കും ഈ ഇതൊക്കെ തുടങ്ങുന്നത് എപ്പോഴാ? ഓക്കെ, മുമ്പോട്ട് പോട്ടെ. ഞാൻ എടുത്ത വിഷയം പറയാൻ വന്നില്ല, അവിടെ അടുത്ത ആഴ്ച ഇല്ലതാനും. അതാ വേറെ. പിന്നെ ഒരു കാര്യം പറയാം, ഇടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ. അയ്യോ, ഇന്ന് എല്ലാവർക്കും ലഞ്ചുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം സന്തോഷത്തിൽ ഇരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അത് സന്തോഷമില്ലല്ലോ. എന്താ ടോമെ കാണിച്ചു ചെയ്താൽ ഇൻ ടു ലേറ്റ് ആയില്ലയോ? അവിടെ 10 പേര് കൂടുതൽ എടുത്താലും കുഴപ്പമില്ലല്ലോ എന്നായി പറഞ്ഞേ. ഹല്ലേലൂയ. അമ്മമാർക്ക് ആർക്കും വീട്ടിൽ പോയി ഒന്നും കഴുകണ്ട. അമ്മമാരും ചൂടാകുകയും വേണ്ട, ചൂടാക്കണ്ട. സോദര, നിങ്ങളൊക്കെ ചിരിച്ചോണ്ടൊക്കെ ഇരുന്ന് അവിടെ കഴിയുന്നൊക്കെ പറയുന്നേ. നമ്മുടെ ബോഡി ലാംഗ്വേജ് വലിയ വിഷയമാണ് ദൈവത്തിന്. ഒരു സ്വതന്ത്രം പറയണേ. എവിടായിരുന്നു? ഒരുത്തൻ്റെ നോട്ടം വഴക്ക് കൂടെപ്പോൾ എൻ്റെ മോനെ വഴക്ക് വെറുതെ ഉണ്ടാക്കാതെ, വഴക്കുണ്ടാകാതെ പോയവർക്കായി സ്തോത്രം. വഴക്ക് വെറുതെ ഉണ്ടാക്കും. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ ഇന്ന് സ്നേഹം കുറഞ്ഞോ? ഇല്ല. അവനൊരു വിഷയം ഉണ്ടായി പോയതാരാ? അവനാ. നീ എടുത്തു. കാരണം എൻ്റെ ദർശനത്തിൽ ഒക്കുന്നില്ല, അത്രേ ഉള്ളൂ. എൻ്റെ ദർശനം ഉയരങ്ങളില്ല, നിന്റെ ദർശനം താഴോട്ടാ. ഓർക്കുന്നുണ്ടോ എന്താന്ന്? ലോത്തിൻ്റെ ജീവിതം ഉൽപ്പത്തിയിൽ ആരംഭിച്ചു.
എത്ര ദാരുണമായ അന്ത്യം അന്നോ ഇല്ലയോ? ദൈവം പറഞ്ഞു, മോനെ നീ ഒരു കാര്യം തെറ്റൊക്കെ സംഭവിച്ചു പോടാ, നീ അങ്ങോട്ട് ഓട. അതിനും വയ്യ അവന്. ഞാൻ പറയട്ടെ, ലോകത്തെ സ്നേഹിച്ചവർ എന്നും അതിനെ ചെയ്യത്തുള്ളൂ. സാഹചര്യം കിട്ടുമ്പോൾ പോവും. വലിയ കണ്ണുനീരൊക്കെ ഒഴുക്കുമെങ്കിലും സാഹചര്യം കിട്ടുമ്പോൾ പോവും. ലോകസ്നേഹം ഉള്ളിൽ കടന്നാൽ സുവിശേഷത്തിന് പ്രത്യാശ നിൽക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ പട്ടണം തിരഞ്ഞെടുത്തിട്ട് വന്ന കെടുതികൾ മനസ്സിലാക്കിയവൻ ദൈവം പറയുന്നിടത്ത് ഓടിയാ പോരായോ? ഓടാൻ കാലുകൾക്ക് ബലം തരുന്നാരാ? യോ എനിക്ക് അങ്ങോട്ട് മല പോയപ്പോൾ എനിക്ക് പിന്നെയും പാടാൻ പോയോ. ദൈവം പറഞ്ഞു എന്തുവാ അങ്ങോട്ട് പോകണ്ട കേട്ടോ, കുഴപ്പമുണ്ടാവും വല്ലതും പറഞ്ഞു. ഇറ്റ്സ് അവർ ചോയ്സ്. അവിടെ ചെന്നു, അറിയാമല്ലോ, 2 ജാതികൾ. ഓ, ദൈവജനത്തിന് എതിരായി നിൽക്കുന്ന. അദ്ദേഹം പറഞ്ഞ് ഉൽപ്പത്തിയിൽ ആരംഭിച്ചു, ഉൽപ്പത്തിയിൽ അവരെ കഥ കഴിഞ്ഞു. അബ്രഹാമോ ഉൽപ്പത്തി അല്ല, മത്തായി 1:1 അബ്രഹാമിന്റെ വംശാവലിയാവിത്. ഓ, അതിലാ നമ്മൾ നിൽക്കുന്നേ. ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ പുത്രൻ. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ വ്യാപ്തി, ബ്ലെസ്സിങ്സിന്റെ വ്യാപ്തി ഒന്ന് നോക്കിയേ. തൽക്കാലം ഒന്നും കണ്ടില്ലെങ്കിൽ തലമുറ പറയണം. എൻ്റെ അപ്പനും അമ്മയും വിശ്വസ്തോടെ ദൈവത്തെ സേവിച്ചതിന്റെ ഫലമായി ഞാനെന്ന് പറയണം. മുൻപോട്ട് പോട്ടെ. Everybody left. അപ്പം കഴിച്ചവനും അടയാളം കണ്ടവനും പന്തിയിലിരുന്നവനും ഓയമ്പക്കം വിട്ടവനും. അല്ല, അത് ഞാൻ പറഞ്ഞ് മനസ്സിലായത് നിങ്ങൾക്ക് തൃപ്തിയായെന്ന് പറഞ്ഞാൽ എന്തുവാ? ആ അദ്ദേഹത്തിനുണ്ട്, നിങ്ങൾ എൻ്റെ പുറകെ വന്ന് എന്താണെന്ന് എനിക്കറിയാവുന്ന. നമ്മളെ അറിയാവുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. നീ പുറമേ എന്തു പറഞ്ഞാലും അകം അറിയുന്ന ഒരുവൻ ഇവിടെയുണ്ട്. എത്ര സ്തോത്രം പറഞ്ഞാലും അകത്തെ സൂത്രം അറിയാവുന്ന ഒരുവൻ. ഉള്ളിന്റെ ഉള്ളറിഞ്ഞിട്ട് പറയാണ്. അതുകൊണ്ടാന്നേ, അതുകൊണ്ട് അവൻ നിത്യജീവൻ അപ്പത്തിന് മറ്റേ അപ്പത്തിന് ഇല്ലെന്ന് പറഞ്ഞേ. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, അവനെ പിൻപറ്റുന്നെങ്കിൽ നിത്യജീവനോട് പിൻപറ്റും. താൽക്കാലികമായ ഉന്നമനത്തിന് വേണ്ടിയോ, താൽക്കാലികമായ ബ്ലെസ്സിങ്സിന് വേണ്ടിയോ, താൽക്കാലികമായ ലോകത്തിലെ ബ്ലെസ്സിങ്സിന് വേണ്ടിയോ യേശുവിനെ പിൻപറ്റരുത്. ഇതിലൊക്കെ നല്ല കാര്യം വേറെ ചെയ്യാമെന്നേ. നശിച്ചു പോകുന്ന ആഹാരം. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞേ. നിത്യജീവൻ, എറ്റേണൽ ലൈഫിന്റെ ഫുഡ്, ആഹാരമായത് നിത്യജീവമൊഴികൾ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലാഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ
നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. എല്ലാവരും പോയി. അടുത്തത്, ഡു യു ആൾസോ want to go away? ആ ചോദ്യം ഒരു നിസ്സാര ചോദ്യമല്ല. പേഴ്സണൽ ലൈഫിനോട് ചേർന്ന് ഞാൻ പറയട്ടെ, ഒരു ഇമോഷണൽ ചോദ്യമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആ സ്റ്റേജിൽ നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. അവനാണെങ്കിൽ ആരംഭത്തിൽ അവസാനം വരെ അറിയാം, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എന്നാലും സഭ കളിച്ചും അതുവിധം പറഞ്ഞ് വിട്ടുപോകുന്ന ഈസിയാ. ഒരു ഇടയനറിയാം ആളുകളുടെ വിഷയം വരുമ്പോൾ അവരുടെ വേദന. സ്തോത്രം. മനസ്സിലായില്ല? ഒരുവൻ വിട്ടു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ നിങ്ങളെ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം, വീട്ടിൽ വിളിക്കുകയും അത് ചെയ്യുകയും ലഡ്ഡുകൾ തീറ്റിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ കർത്താവേ, ഒരു ദിവസം ഇവർ വിട്ടുപോയാലോ. പാഷ അങ്ങനെ വിചാരിക്കാറില്ല. എന്താ അങ്ങനെ വിചാരം? കാരണം വിട്ടുപോയവർ ഇതിനേക്കാൾ കൂടുതൽ സൽക്കരിച്ചവരാ. ഞാൻ താഴെ നിൽക്കാൻ അനുഭവിച്ചത് എന്നെ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചവരാ അവർ. ഒന്നും മനസ്സിലായില്ല. ഒരു പുള്ളി അറ്റ്ലാന്റയിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ കാരണം മാത്യു മോനാന്നാ പറഞ്ഞേ. ചിക്കാഗോ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ച് പാർഷിക്കുമ്പോൾ ഞാൻ പാർശ്വമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പാസ്റ്റർക്കെതിരായി പറഞ്ഞിട്ട് വിട്ടുപോയി. ഇതുകൊണ്ടൊന്നും പാസ്റ്റർ മാത്യുമനെ ആരും താഴ്ത്തിയില്ല. ഐ എം സോറി ടു സേ, എൻ്റെ പേര് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞേ. കാരണം 49 വർഷമായി അനേകർ വന്നതും പോയും കണ്ടെന്നെ പഠിപ്പിച്ചത് അധികം. ഞാനങ്ങ് വിചാരിക്കുന്നത് ഗുരുവനെ മനസ്സ് ഭാരപ്പെട്ട് നിങ്ങൾക്കും ആ വർത്താനം ശരിയാ, നിങ്ങൾക്ക് പോകുമ്പോൾ പത്രോസിന് 2 യാത്ര പറഞ്ഞു നിർത്തുവായിരുന്നു. പത്രോസിന് 2 സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, ഫസ്റ്റത, നീ അല്ലാതെ ആരുണ്ട് ഞങ്ങൾക്ക്? എന്തുകൊണ്ടാണെന്നറിയാമോ അനേകരും ഗിവപ്പ് ചെയ്യുന്നത്? നിങ്ങൾ കണ്ടു കാണും ഒരു പക്ഷേ, 2 കുഞ്ഞുങ്ങൾ, നേഴ്സായ ഒരു സഹോദരി, ഒരു ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ പോറ്റാൻ കഴിയാതെ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളെ 2 പേരെ കെട്ടിപ്പിടിച്ചിട്ട് റെയിൽവേ പാളത്തിൽ കിടന്നു. 3 മൃതശരീരം. എനിക്കതല്ല വിഷയം, എന്തുകൊണ്ട് സംഭവിച്ചു? എനിക്കാരുമില്ല. ഒരു സഹോദരൻ, നമുക്കാരുമില്ലയോ? കയറിപ്പിടിക്കാൻ ഒരു അത്താണിയില്ലേ നമുക്ക്? ഹല്ലേലൂയ. ശുശ്രൂഷയിൽ വെല്ലുവിളിച്ച അനേകരുണ്ട് എന്നോട്, ഞങ്ങളോട്. ഭക്ഷണ ദിവസങ്ങളുണ്ട്, എങ്ങനെ പോകുന്ന ഭാരപ്പെടുന്ന ദിവസങ്ങളുണ്ട്. ഇവിടെ പിടിക്കാൻ ഒരു ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു സ്തോത്രമൊക്കെ പറയണേ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ കർത്താവിനെ പോലൊക്കെ ഇമോഷണൽ ആകുന്ന ആളാ. പക്ഷെ ഗിവപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പറയുമ്പോ ഞങ്ങൾ എവിടോട്ടാ പോകുന്നത്? ഞങ്ങൾക്ക് വേറൊരാൾ ഈ ഭൂമിയിലില്ലെന്നേ. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാമോ?
കൈക്ക് പിടിച്ച് ഉഭയസമ്മതം ചെയ്യുന്ന വ്യക്തി വരെ. അന്ന് പറയുന്നത് മരണം നമ്മെ വേർപിരിക്കുന്നവരെന്നേ ഉള്ളൂ. അവര് പോലും ആ പറയുന്നത് പൂർത്തീകരിച്ചെന്ന് വന്നില്ലെങ്കിലും മരണത്തിനപ്പുറത്തും കൈവിടാത്ത ഒരുവൻ. ഒരു സ്വതന്ത്രമാണ്. നിത്യതയുടെ കാഴ്ചപ്പാട് നിത്യജീവനെ തരാവുന്നവൻ, നിത്യജീവന്റെ മൊഴിയിൽ തന്നവൻ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളുടെ ആശ്രയസ്ഥാനം നീയല്ലേ. ഞങ്ങൾ കേറിപ്പിടുത്തത് നിന്നെയല്ലേ. നീയാണ് എൻ്റെ കർത്താവെന്ന് പറഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടോ? അവനെ രക്ഷിതാവും പിതാവും ദൈവവും ഒക്കെ ആയി സ്വീകരിച്ച ദിവസം ഓർക്കുന്നുണ്ടോ? അന്നു മുതൽ ഇന്ന് വരെയും കൊണ്ടുവന്നവൻ അവനല്ലേ. സ്നേഹിക്കുന്നവർ തോന്നുന്നവർ സ്നേഹം മാറിപ്പോകുമ്പോൾ സ്നേഹം കുറഞ്ഞത്. സഹായിക്കുന്നവർ തോന്നുന്നവർ സഹായഹസ്തങ്ങൾ മാറുമ്പോൾ നിന്റെ ഹൃദയം ക്ഷീണിക്കരുത്. സുവിശേഷത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ വിളിച്ചാൽ നിന്റെ കൂടെ ഒരുവനുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് നീയല്ലാതെ ആരുമില്ല. ഇന്ന് പകൽ ഉറക്കെ പറയേണ്ട, പക്ഷേ ഈ വചനം കേളും കർത്താവിന്റെ കർത്താവേ നീ അല്ലാതെ എനിക്ക് ആരുമില്ല. രണ്ട്, നിത്യജീവന്റെ മൊഴികൾ. ഒന്നാമത്തെ നമുക്ക് മനസ്സിലായി അവന്, പക്ഷേ രണ്ടാമത്തെയാ പ്രധാനം. ഇവൻ എനിക്ക് നിത്യജീവനെ തന്നവനാ. അവിടെ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. ഈ രണ്ട് ക്വാളിറ്റി ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വിശ്വസിച്ചവൻ, അറിഞ്ഞവൻ. കമോൺ കമോൺ കമോൺ, ഒരു സ്വത്രമൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ. 69 also we have come to believe and know that you are the Christ. അതാണ് പ്രത്യേകത. ഞാൻ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? അവൻ എന്റെ കർത്താവാണെന്ന് വിശ്വസിച്ചു. You are the anointed one. ആ വിശ്വാസമാണ് നിർത്തിയത്. ഇത് വിശ്വാസ യാത്രയാ. അറിഞ്ഞതെന്തുവാ? ഇവനാണ് എന്റെ രക്ഷകൻ, ഇവനാണ് ജീവന്റെ അപ്പം. നിത്യജീവൻ ഇവനാ. നിത്യജീവന്റെ മൊഴികൾ ഇവന്റെ പക്കലേ ഉള്ളൂ. ആ അറിവ് പ്രാപിച്ചവർക്കായി സ്തോത്രം. ദൈവം മനസ്സിലാൽ ഇനിയും ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലല്ലോ. ദൈവം നാളെ വൈകുന്നേരം ഞങ്ങളെ ഇവിടെ അടുത്ത ഡൽഹി വരെ ഒന്ന് പോകും. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോവുകയാണ്. ക്രൂസിനൊന്നും പോവല്ല. തിന്നാനും കുടിക്കാനും കളിക്കാനൊന്നും അല്ല പോകുന്നേ. ക്രൂസിന് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. അവിടെ എനിക്കൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേ സമയം കിട്ടിയില്ല. അടുത്ത 2 മാസക്കാലം നോർത്ത് ഇന്ത്യയിൽ പലയിടങ്ങളിൽ. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന പലതുമുണ്ട്, കേൾക്കാത്ത ഒത്തിരിയാണ്. ഒത്തിരി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല സ്റ്റേറ്റിൽ പോകേണ്ടതുണ്ട്, ഒത്തിരി കാലം ചെയ്യേണ്ടതുണ്ട്. സുവിശേഷത്തിലേക്ക് പോകുന്നതുകൊണ്ട് സഭ പ്രാർത്ഥിക്കുന്ന നല്ലപോലെ അറിയാം. കഴിഞ്ഞ കാലങ്ങളിലെ എക്സ്പീരിയൻസ് അത്. ദാസന്മാർ, പ്രത്യേകിച്ച് കർത്താവദാസൻ പാസ്റ്റർ ലിജി ഇവിടെയുണ്ട്. എന്നോട് സഹകരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിനോട് സഹകരിക്കും, പ്രിയപ്പെട്ടവരോട് സഹകരിക്കും. പാസ്റ്റർ ലിജിയും ജയ്സനും അവരോട് സഹകരിക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കും. ഓർത്ത് പ്രാർത്ഥിക്കണം. മടങ്ങി വരുമ്പോൾ ബാക്കി പറയാം. അതാണ്. പക്ഷെ ഒരാളും പറഞ്ഞില്ല, അത് ശരിയാകത്തില്ല. ഓക്കെ, എന്താ പറഞ്ഞേ? ഒന്ന്, ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ല.
2 നിത്യജീവന്റെ മൊഴികൾ. ഒരു സ്വതന്ത്രം പറയാമോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. They are ready to sing a song, but I am ready to stop also. But give me 2 more minutes. മത്തായി 7:28-29 വായിക്കാം. അപ്പം നമ്മുടെ വിഷയം എന്താ? നിത്യജീവന്റെ മൊഴികൾ, വചനം. ഈ വചനത്തെ അവൻ്റെ ഉപദേശത്തിൽ ശ്രദ്ധിക്കണേ. അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അടുത്തത്, അപ്പൊ അവൻ്റെ വചനത്തിൽ എന്തുണ്ട്? ഒരു സ്വതന്ത്രം പറയണേ. അവൻ്റെ വചനത്തിൽ അധികാരമുണ്ട്. അവനാണ് വചനം. അങ്ങനെയാണെങ്കിൽ അവൻ വരുന്നിടത്ത് അധികാരമുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷമാണ് പഠിപ്പിക്കുന്നത്. അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ അവനെ വിളിച്ചിട്ട് ചെന്നു. The house owner invited Jesus to come for the wedding. Now all of them are there. The team is there. But one lady got a revelation. Who is that person? Mary. She is the only one know about him. ഇവനെ ശരിക്കറിയാവുന്ന അവളേ ഉള്ളൂ. അവളുടെ അപ്രോച്ചിൽ അവളുടെ റിപ്ലൈ ഒന്നും അത്ര ഫേവറബിൾ അല്ലായിരുന്നു. But she knows one thing. He has power. അവന്റെ വാക്കിൽ അധികാരമുണ്ട്. അതിൽ അവൻ എന്തെങ്കിലും ഒരു സഹോദരൊക്കെ പറയണേ. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഞാനും ഞങ്ങളുടെ ശുശ്രൂഷമാർക്ക് നിങ്ങൾ ആ വിഷയം കൊണ്ടുപോവാ, നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാം, അല്ലെ ദൈവത്തോട് പറയാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനല്ല അവള് പറഞ്ഞത്. He is going to order. പണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്തു ഡൽഹി. അന്ന് ഞാൻ ഡൽഹിയിലുണ്ട്. തലയാഴ്ച മാധ്യമം നിന്ന് പറയാ, ഇന്ന് മുതൽ ഇന്ത്യയിൽ എമർജൻസി ആയിരിക്കും ആണെന്ന് പറയാൻ സഭക്കാർ തന്നെ നോക്കും. എന്താ പറ്റി പുള്ളിക്ക്? അന്നത്തെ പ്രസിഡന്റ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞാലോ, he has power and authority. ആ പ്രസിഡന്റിന് ഇന്ത്യ, ട്രംപിന് അമേരിക്ക, വേറെ വല്ലോട് കളിക്കാൻ എന്താ വിവരം അറിയും? ഇനി അധികം പറയണമെന്ന് പുള്ളി ഇറങ്ങിപ്പോയതുകൊണ്ടില്ലയോ? ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ ഈ പവർ ഉപയോഗിക്കുന്ന പരിമിതിയുണ്ട്. There is a limitation for everything. എല്ലായിടത്തും ഒന്നും നമ്മുടെ പവർ വിലപ്പോകത്തില്ല. പക്ഷേ എൻ്റെ ഗുരുവിൻ്റെ പവറോ സ്വർഗത്തിലും ഭൂമിയിലും, up in heaven and in earth, he has a power. ഈ ദൈവത്തെ സമീപിക്കുന്നത്. Praise the Lord. And the last point. 2 മിനിറ്റ് കഴിഞ്ഞു മക്കളെ, 2 മിനിറ്റ് കഴിഞ്ഞു. ഇല്ല, he has power. ബാക്കി ഒത്തിരി കാര്യമുണ്ട്, ബാക്കി പിന്നീട് പറയാം. ഈ ദിവസങ്ങളിലൊന്നിൽ നിത്യജീവന്റെ മൊഴികൾ അന്ന് അവർ പറഞ്ഞതുപോലെ മധ്യാകാശത്തിൽ ഒരു ശബ്ദം കേൾക്കാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നത് ഇവൻ പറയുന്ന ലാവണ്യ വാക്കുകൾ, ലവ്ലി വേർഡ്സ് എന്ന് എഴുതി. ഇവൻ സംസാരിക്കുന്ന പോലെ ആരും ഇതുവരെയും സംസാരിച്ചിട്ടില്ല.
പക്ഷെ പൗലോസ് പറയുന്ന ഈ ദിവസങ്ങളിൽ അവന്റെ ശബ്ദം ഇനിയും ഗംഭീരനാദമായിട്ട് വരും. കർത്താവ് താൻ പ്രധാന ദൂതന്റെ ഒന്നെഴുന്നേറ്റ് ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ വരും. ഒരു സ്തോത്രം എന്ന് പറയാമോ? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് നിത്യജീവന്റെ മൊഴിയാ, നിത്യജീവന്റെ വചനമാ. ഈ ദിവസങ്ങളിൽ ഒന്നിൽ ആകാശമേഖല ഒരു ഗംഭീര ധ്വനി തിരികെ വരാതെ നിത്യതയിൽ മറയും. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. മണ്ണിലുറങ്ങിയിരുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുവേ, പെട്ടെന്നുയർത്തുവാനും ചേർന്നിടുവേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും അവർ. ജീവനോടി ഭൂമിയെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ജീവനോടി ഭൂമിയെ പാർക്കും ശുദ്ധ രൂപാന്തരം പ്രാപിക്കുമാ നേരത്തിൽ. ഇത് സ്വരത്തോടും ആത്മോടും കൂടി, ഇത് സ്വരത്തോടും ആത്മോടും കൂടി. വിണ്ണോലകം പോകും, വിണ്ണോലകം പോകും, വിണ്ണോലകം പോകുന്ന തുല്യനായി. വിണ്ണോലകം പോകും, വിണ്ണോലകം പോകും, വിണ്ണോലകം പോകുന്ന തുല്യനായി. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. അണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന, അണിയറയ്ക്കുള്ളിൽ കടക്കുമെന്ന. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷമുണ്ടാം അവർക്ക്. എന്തെന്തു സന്തോഷം, ഹല്ലേലൂയ, ഹല്ലേലൂയ, thank you Lord, we worship you. സന്തോഷമുണ്ടാം അവർക്ക്. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഓ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, ഹല്ലേലൂയ, എത്രയോ സന്തോഷം, ഹല്ലേലൂയ, hallelujah, 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 hallelujah. Thank you Lord, we worship you. Hallelujah, പ്രത്യാശിക്കാം. നന്ദി, നന്ദി, നന്ദി പറയുന്നു. Hallelujah, thank you Lord, hallelujah. Oh, hallelujah, 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 hallelujah. Oh, hallelujah, hallelujah, hallelujah.
Oh, how joyful that day will be. That is the day